ഹായ് വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല സ്വാദിഷ്ടമായ പൊടിയായിട്ടുള്ള നല്ല ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടില്ലേ, പിക്ചർ കണ്ടില്ലേ, നല്ല പൊടിയായിട്ടുള്ള നല്ല ഉപ്പുമാവായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് ഉപ്പുമാവിൻ്റെ പണിയിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം തന്നെ ഇത് എടുത്ത് വെച്ചേക്കുകയാണ്. പിന്നെ ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ല കുരുകുരാന്ന് അരിഞ്ഞ് വെച്ചേക്കുന്നു. പിന്നെ നമ്മൾ ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നു. പിന്നെ കറി ലീവ്സ് വേണമല്ലോ. കറി ലീഫ് ഇട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല കേട്ടോ. കറി ലീഫ് എന്തോരം ചേർത്താലും നമുക്ക് മതിയാവില്ല. ഇങ്ങനെ പൊടിയായ ഉപ്പുമാവ് കിട്ടാനായിട്ടേ ഒരു ചെറിയൊരു ടിപ്പുണ്ട്. ഒന്ന് ചേർക്കണ ഒരു സാധനം എന്താണെന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ലാസ്റ്റ് വരെ കാണുക. നമ്മളിത് കടുക് വറുക്കുന്നതാണ് കേട്ടോ. കടുക് ഇട്ടു, പിന്നെ കുറച്ച് ഉഴുന്ന് ചേർത്തു, പിന്നെ ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അതുപോലെ ക്യാരറ്റൊക്കെ ചേർത്ത് അത് കടുക് വറുത്തിരിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ തേങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം തേങ്ങ ചേർത്ത് ഉപ്പും ആവശ്യത്തിന് ചേർക്കുക. നന്നായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ റവ ചേർത്ത് കൊടുക്കുക, നന്നായി ഇളക്കിയെടുക്കുക. ഞാനിപ്പോൾ നല്ല പൊടിയായിട്ട് ഉപ്പുമാവ് കിട്ടാനായിട്ട് എന്താ ചേർത്തതെന്ന് പറയാം. നമ്മൾ കടുക് വറുക്കുന്നത് നെയ്ക്കകത്താണ്. അത് നന്നായിട്ട് നമ്മുടെ ചീനച്ചട്ടിയിലൊക്കെ നന്നായിട്ട് തന്നെ എല്ലായിടത്തും പുരട്ടി വയ്ക്കുക. എന്നിട്ട് വേണം അങ്ങനെ ചേർത്തിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പൊടിയായ നല്ല സ്വാദിഷ്ടമായ ഉപ്പുമാവ് ലഭിക്കുന്നതാണ്. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല സ്വാദിഷ്ടമായ ഉപ്പുമാവാണ്. ഓക്കെ, ബൈ.